തന്റെ ഭാര്യയുടെ പരുഷമായ വാക്കുകളും കടുത്ത ദേഷ്യവും കാരണം പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ സങ്കടം ബോധിപ്പിക്കാനായി നീതിമാനായ ഖലീഫ ഉമർ തങ്ങളുടെ വീടിനരികിലെത്തി. എന്നാൽ അദ്ദേഹം വീട്ടുവാതിൽക്കൽ എത്തിയപ്പോൾ കേട്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ഖലീഫയുടെ പത്നി ഉച്ചത്തിൽ സംസാരിക്കുന്നതും ക്രുദ്ധയാകുന്നതും ആ ആഗതൻ കേട്ടു. അദ്ദേഹം അസ്തപ്രജ്ഞനായി നിന്നുപോയി. വിസ്തൃതമായ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന, ശത്രുക്കൾ പോലും വിറയ്ക്കുന്ന ഖലീഫ് തന്റെ പത്നി ഇത്രയേറെ ദേഷ്യപ്പെട്ടിട്ടും ഒരക്ഷരം പോലും മറുത്തു പറയുന്നില്ല. സർവ്വതും ഒരു പുഞ്ചിരിയോടെയോ മൗനത്തോടെയോ അദ്ദേഹം ശ്രവിക്കുകയാണ്. ഇവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ഞാൻ പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് നിരാശയോടെ അദ്ദേഹം മടങ്ങിപ്പോകാൻ ഒരുങ്ങി. എന്നാൽ തിരിഞ്ഞുനിന്ന ആഗതനെ ഖലീഫ ഉമർ കണ്ടു. അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ച് കാരണമന്വേഷിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ ഭാര്യയുടെ മോശം സ്വഭാവത്തെക്കുറിച്ച് പരാതി പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ അങ്ങയുടെ പത്നിയും അങ്ങയോട് കഠിനമായി പെരുമാറുന്നത് ഞാൻ കേട്ടു. ഗൗരവക്കാരനായ അങ്ങ് എന്തുകൊണ്ടാണ് തിരിച്ചു പ്രതികരിക്കാതിരുന്നത്? അങ്ങയുടെ ആ മൗനം കണ്ടപ്പോൾ പരാതി പറയാതെ മടങ്ങുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. ഖലീഫ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, സഹോദരാ, അവൾ എനിക്കായി ഭക്ഷണം പാകം ചെയ്യുന്നു, എന്റെ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നോക്കി നടത്തുന്നു, എന്റെ മക്കളെ ഉത്തമമായി പരിപാലിക്കുന്നു. മതപരമായി അവൾക്ക് നിർബന്ധമല്ലാതിരുന്നിട്ടുപോലും വീട്ടുജോലികളെല്ലാം അവൾ സന്തോഷത്തോടെ ചെയ്യുന്നു. ഇത്രയേറെ സ്നേഹവും സേവനവും എനിക്കായി നൽകുന്ന അവളിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയൊരു ദേഷ്യം ഞാൻ ക്ഷമിക്കേണ്ടതല്ലേ? ഇതുകേട്ട ആഗതൻ ചോദിച്ചു, അമീരെ, ഞാനും ഇതേ രീതി തന്നെയാണോ സ്വീകരിക്കേണ്ടത്? ഖലീഫ പറഞ്ഞു, അതെ, നീ തൽക്കാലം ക്ഷമിക്കുക. ഈ ജീവിതം അല്പകാലത്തേക്കല്ലേയുള്ളൂ. പ്രവാചകൻ അരുളിയിട്ടുണ്ട്, സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷന്റെ വാരിയെല്ലിൽ നിന്നാണ്. വാരിയെല്ലിന്റെ ഏറ്റവും വക്രതയുള്ള ഭാഗം അതിന്റെ മുകൾ ഭാഗമാണ്. നീ അത് ബലം പ്രയോഗിച്ചു നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് ഒടിഞ്ഞുപോകും. അതേപോലെ വിട്ടേക്കുകയാണെങ്കിൽ അത് വളഞ്ഞതായി തന്നെ തുടരും. ഈ മഹനീയമായ മാതൃക എല്ലാ പുരുഷന്മാരും ജീവിതത്തിൽ പകർത്ത്